നമസ്കാരം. മൈക്ക് മെയ്ഡ് സ്റ്റുഡിയോയുടെ വെരി ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾക്കായി നമ്മുടെ ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് 250-ലധികം സിനിമാ ഗാനങ്ങൾ, 5 ലാംഗ്വേജ്, 1500-ലധികം ആൽബം സോങ്, 2002 നമ്മൾ എന്ന ചിത്രത്തിൽ രാക്ഷസിയിൽ തുടങ്ങിയ 2006 ചെമ്പകം എന്ന ഒറ്റ ആൽബത്തിൽ കൂടി ഞങ്ങൾ 90 കിഡ്സിൻ്റെ പ്രണയത്തിനും ഓർമ്മകൾക്കും ചിറക് നൽകിയ ആ വ്യക്തി മൈക്ക് മെയ്ഡ് സ്റ്റുഡിയോയുടെ വെരി ഫസ്റ്റ് എപ്പിസോഡിൽ ഈ വാലന്റൈൻസ് ഡേയിൽ നമ്മളോടൊപ്പം ചേരുന്നു. മറ്റാരുമല്ല, വിത്ത് ഓൾ ലവ് ആൻഡ് റെസ്പെക്ട്, മലയാളികളുടെ സ്വന്തം പാട്ടുകാരൻ ഫ്രാങ്കോ സൈമൺ. ഫ്രാങ്കോ ചേട്ടാ നമസ്കാരം, ദിലീഷിലേക്ക് സ്വാഗതം. നമസ്കാരം. തുടങ്ങുന്നതിന് മുന്നേ ഒരു പക്ഷേ നിങ്ങളുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡല്ലേ? വെരി ഫസ്റ്റ് എപ്പിസോഡ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കുറേ ഇൻ്റർവ്യൂകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയും നിമിത്തമായിട്ട് തോന്നിയത്, നമുക്ക് നമ്മളിന്ന് റെക്കോർഡ് ചെയ്യുന്ന ദിവസം 7, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള US എന്നോട് ചോദിക്കുകയാണ് എൻ്റെ സെക്കൻഡ് ഹോം എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഡാലസ്. കാരണം എൻ്റെ മനസ്സിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ സ്വന്തം സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് പറയാവുന്ന ഒരുപാട് പേരുള്ള ഒരു നഗരമാണ് ഡാലസ്. സോ മൈക്ക് മെയ്ഡ്സിൻ്റെ ദിൽഖുഷ് എന്ന പ്രോഗ്രാം, അതിന് ആദ്യം തന്നെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. നിതിനും അതുപോലെ ജിജിയും ചേർന്ന് തുടങ്ങുന്ന ഈ സംരംഭം എല്ലാ അർത്ഥത്തിലും ഒരുപാട് നല്ല വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഒരുപാട് കേൾക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവർക്ക് മനസ്സിലെപ്പോഴും സന്തോഷം നൽകുന്ന, മധുരം നൽകുന്ന ഒരുപാട് എപ്പിസോഡുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇടവരട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം ചേട്ടാ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഇതൊരു ജേർണിയാണ്. നമ്മൾ ഫോർമലായിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് അല്ല, സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഫ്രാങ്കോ ചേട്ടനെ ഞങ്ങൾ ഫ്രാങ്കോ ചേട്ടൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻ ബോയ് മൂവ്മെൻ്റ് ആണ് ഞങ്ങൾക്കുള്ളത്. കാരണം എത്ര നാളായിട്ട് നമ്മൾ കണ്ടു മറന്ന പാട്ടുകളിലൂടെയും ആൽബത്തിലൂടെയൊക്കെ പോയി ഇപ്പം ആ ഒരു വ്യക്തി ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ചേട്ടാ ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാം, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. പ്രേക്ഷകർ ഇന്ന് വരെ കേൾക്കാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് തുടരാം. എന്തായിരുന്നു ഫ്രാങ്കോ ചേട്ടാ, നമ്മൾ ഈ സ്കൂൾ കാലഘട്ടം, അതുപോലെ കോളേജുകൾ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, പാട്ടിൽ പോയ വഴികൾ. പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ടത് ആദ്യത്തെ പെർഫോമൻസ് എവിടെയായിരുന്നു? വീട്ടിലായിരുന്നു അല്ലെങ്കിൽ വെളിയിൽ ഏതെങ്കിലും സ്ഥലത്തായിരുന്നു? അതായത് എപ്പോഴും അഗെയിൻ ഓരോ വ്യക്തികളുടെയും ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യക്തികൾ അവനവനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പതുക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങും. ആരാണ് ഞാൻ എന്നുള്ളത് സ്വയം കുറച്ചായിട്ട് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്. ഓക്കെ. അപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യം, ഒരു വേദി എന്നുള്ള ഒരു വാക്ക് എൻ്റെ സ്ട്രൈക്ക് ചെയ്തു. എൻ്റെ ആദ്യത്തെ വേദി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ്. ലൈക്ക് എൻ്റെ അമ്മൂമ്മ മരിച്ചു പോയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇവിടെ US വെച്ച് തന്നെയാണ് അവർ മരണപ്പെട്ടത്. അപ്പോൾ അമ്മാമ്മയുടെ പണി എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നു, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫ്രാങ്ക് മോൻ, അപ്പോൾ ഞാൻ ആ വിളി കേൾക്കാൻ നിൽക്കും. കാരണം വന്നേ ഒരു പാട്ട് പാടി കൊടുത്തവർക്ക്. അപ്പോൾ ഞാനവിടെ നിന്നു ആ പാട്ട് പാടുന്നു. അവരെല്ലാവരും ഭയങ്കര അവരുടെ മുഖത്തുള്ള അതൊക്കെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഓക്കെ കൈയടിക്കണം. ഇതാണ് ഏറ്റവും വലിയ എന്താ പറയുക, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കോ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കോ എല്ലാവർക്കും എന്താ വേണ്ടത്? അംഗീകാരമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ പ്രായം, അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിലൊക്കെ പോയി തുടങ്ങണം. അവിടെയും നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ അഗെയിൻ നമ്മൾ
ടീച്ചർമാർ വിളിച്ച് നമ്മുടെ അസംബ്ലി പ്രയർ സോങ് അതൊരു വേദിയാണ്. അത് കഴിഞ്ഞാൽ പള്ളിയിൽ ഓൾട്ടർ ബോയ് ആയിട്ടുള്ള സമയത്ത് പലപ്പോഴും നമ്മൾ എന്താ പറയുക, ഈ ഓൾട്ടർ ബോയ്സിൻ്റെയൊക്കെ ചില മീറ്റിങ്ങുകളുണ്ടാവും. ആ മീറ്റിങ്ങുകളുടെ സമയത്ത് അന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ആ വ്യക്തികളൊക്കെ വളരെ കുറച്ച് വ്യക്തികളുടെ പേരുകൾ എൻ്റെ തലയിലുള്ളൂ. ഞാൻ റിച്ചാർഡ് ബ്രദർ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. റിച്ചാർഡ് ബ്രദർ എന്നെ കൊണ്ട് പാടിക്കും. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യും, പാടാൻ പറയൂ, ഓക്കെ, ഞാനപ്പോൾ പ്രിപ്പയർ ചെയ്തൊക്കെ പോകും ചില പറഞ്ഞാൽ അപ്പോൾ പാടാനായിട്ട്. ദെൻ ഞാനൊരു 5ാം ക്ലാസ്സിലൊക്കെ എത്തിയ സമയത്ത് തന്നെ, അന്ന് സീനിയർ കൊയർന്നവർ എല്ലാവരും സീനിയേഴ്സാണ്. അന്ന് ഈ ചെറിയ ട്രൗസറിട്ട് ഉള്ള പ്രായത്തിൽ അന്ന് കൊയറിലെ മെമ്പറാണ് ഞാൻ. അന്ന് എനിക്ക് പ്രത്യേകമായിട്ട് പരിഗണന, പ്രോത്സാഹനം, പാടുന്ന കാര്യങ്ങളിൽ അന്ന് ഞങ്ങളുടെ 2 കപ്പ്യാരുമാർ അസലായിട്ട് പാടുന്നവരാണ്, ഇനാശു ചേട്ടനും ജോൺസൺ ചേട്ടനും. അപ്പോൾ ഇവർ 2 പേരും നമ്മൾ നല്ല പാട്ടുകൾ അന്ന് ഇറങ്ങിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ദാസേട്ടൻ പാടിയ പാട്ടുകൾ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പഠിപ്പിക്കും. അത് നമ്മളെ കൊണ്ട് പാടിക്കും. പാടിക്കഴിഞ്ഞാൽ കുർബാനയൊക്കെ കഴിയുമ്പോൾ അത് വന്നിട്ട് ഈ ഏരിയ ശ്രദ്ധിക്കണം, അത് ഐ വാസ് സ്ലോലി നമ്മളെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. പതുക്കെ നമ്മൾ അഗെയിൻ സ്കൂളിലേക്ക് കടക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലൊരു കാര്യം, വേദികൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും അഗെയിൻ എൻ്റെ വീടിനോട് ചേർന്ന് ഒരു എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള കാത്തലിക് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട്, കാത്തലിക് സെൻറ്റർ. അച്ഛന്മാരുടെ നമ്മുടെ തൃശ്ശൂർ രൂപതയുടെ ഒരു ബിൽഡിങ്ങാണ്. അവിടെ കലാസദൻ എന്ന് പറഞ്ഞ ഒരു അന്ന് പേര് കേട്ട കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓർക്കസ്ട്ര. എനിക്ക് തോന്നുന്നു കലാസദനിലായിരുന്നു കേട്ടോ നമ്മുടെ ജോൺസൺ മാഷും ഔസേപ്പച്ചൻ സാറും ഒക്കെ അന്ന് വായിച്ചുകൊണ്ടിരുന്നത്. അത് കലാസദനല്ല, അത് വോയിസ് ഓഫ് തൃശ്ശൂർ. ഓക്കെ, വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പഴയതാണ്. അതായത് വോയിസ് ഓഫ് തൃശ്ശൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ദേവരാജ മാസ്റ്റർ പോലെയുള്ള അതികായകന്മാർ അവരുടെ ഓർക്കസ്ട്രകൾക്ക് വേണ്ടി വോയിസ് ഓഫ് തൃശ്ശൂരിനാണ്. അന്ന് ജോൺസൺ മാസ്റ്റർ കീബോർഡ് അല്ലെങ്കിൽ ഹാർമോണിയം, അദ്ദേഹം വയലിനും വായിക്കും. ഔസേപ്പച്ചൻ എൻ്റെ അങ്കിള് അദ്ദേഹം വയലിൻ വായിക്കും. പിന്നെ അതിലൊരു ആറ്റ്ലി ഡിക്കുഞ്ഞ ഗിറ്റാറിസ്റ്റ്. അങ്ങനെ ഒരുപാട് ആ ഒരു ലീഗ് മനസ്സിലായില്ലേ. കലാസദൻ്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കലാസദനിൽ അന്നത്തെ ഓർക്കസ്ട്ര ആയതുകൊണ്ട് വലിയ ഇപ്പം വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനി ഞായറൊക്കെ മുടക്കാണല്ലോ. ആ സമയങ്ങളിലാണ് ഗംഭീരമായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിപ്പുറക്കില്ലേ, കാരണം അവിടെ നല്ല സ്പീക്കറും സംഭവങ്ങളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഏതെങ്കിലും ഒരു ഗംഭീര പ്രോഗ്രാമിന് വേണ്ടി ഏതെങ്കിലും ഒരു അന്നത്തെ ലീഡിങ് ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും വന്നിട്ടുള്ള ഗാനമേളയ്ക്ക് വേണ്ടിയാണ് അവർ പ്രിപ്പയർ ചെയ്യണത്. ഞാൻ വീട്ടിൽ അനുവാദം ചോദിച്ച് നടന്ന് അവിടെ ചെന്ന് ആ ജനാലിൻ്റെ അവിടെ ഇങ്ങനെ ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. ഇവരുടെ പ്രാക്ടീസ് വലിയ ഹെവി ഓർക്കസ്ട്രയാണ്. ഇതിൽ ഞാൻ സ്വപ്നത്തിൽ എനിക്ക് പാടാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ പള്ളിയിലൊരു പ്രോഗ്രാം വന്നപ്പോൾ അന്ന് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. ചെമ്പരത്തിപ്പൂവേ ചിത്രേച്ചി പാടിയ പാട്ടാണ്. അത് ഫീമെയിൽ വോയിസ് പാടിയിട്ടുണ്ടെന്ന് ചേട്ടൻ മറ്റേതൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു സോങ്, ഒരു പബ്ലിക് അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിൽ പള്ളിമേടയിൽ ഫീമെയിൽ വോയിസിലാണ് കലാസദൻ ഓർക്കസ്ട്രയുടെ പേരിൽ ചേട്ടൻ അത് പാടിയിട്ടുണ്ടെന്നുള്ളത്. അതൊക്കെ ആയിരുന്നു ചേട്ടാ ഒരു പബ്ലിക് പെർഫോമർ എന്നുള്ള രീതിയിൽ. അന്നും എന്നും എൻ്റെ ഇപ്പോഴായാലും അന്ന് അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഓർക്കസ്ട്രയിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പൊതുവേദിയിലുള്ള ആദ്യത്തെ പെർഫോമൻസ് അതാണ്. അന്നും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയായിരിക്കും. എൻ്റെ അനുഭവം നമ്മൾ നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പെർഫോമൻസിന് കയറുമ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ പാട്ട് 1-2 പാട്ടിലൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് പെർഫോം ചെയ്യാൻ നിൽക്കുമ്പോൾ ഓരോ അവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ കണ്ണുകളിലേക്കും മുഖത്തും എക്സ്പ്രഷൻസ് നമ്മൾ നോക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മളിവിടെ ആക്സെപ്റ്റബിൾ ആണോ, നമ്മളിവിടെ വെൽക്കം ആണോ, അവർക്ക് ഇഷ്ടമാവുന്നുണ്ടോ. അതൊക്കെ അന്ന് എങ്ങനെയായിരുന്നു, ഈ
51 വയസ്സിലും ഇനോ 51 വയസ്സായെന്ന് പിന്നെ പ്രേക്ഷകരുടെ അസൂയപ്പെടാനായിട്ട് എല്ലാ റീസൺസും ഉണ്ട്. കാരണം ഈ ഫ്രണ്ടിരിക്കുന്ന വ്യക്തിക്ക് 51 വയസ്സാണെന്ന് പറഞ്ഞു വേണം അറിയാനായിട്ട്. സത്യം ഞാൻ പറയണത് ഇപ്പൊ ബെൽഫ്ലവർ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഞാൻ താമസിക്കുന്നത്, ലോസ് ഏഞ്ചലസിലെ ബെൽഫ്ലവർ എന്ന് പറഞ്ഞ സിറ്റിയില. അവിടെ ഒന്നും ഇനി ഡൈ വാങ്ങാൻ ഇല്ല. ഇതൊരു ഫ്ലാഷ് ബാക്കിലോട്ട് വീണ്ടും പോവുകയാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞു അപ്പം നമ്മുടെ അമ്മച്ചി പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്നു. ആ സ്കൂളിൽ തന്നെയാണ് ചേട്ടൻ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സെന്റ് തോമസ് സ്കൂൾ, അതായത് കോളേജ് ഹൈസ്കൂൾ, ആ കോളേജ് ഹൈസ്കൂളാണ് ഹൈസ്കൂൾ പഠനം. അതിന് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിന് എപ്പോഴോ പറയുന്നുണ്ടായിരുന്നു, അതിൽ ഫസ്റ്റ് ഡേ ഓഫ് സെക്കൻഡ് സ്കൂൾ ഇറ്റ് വാസ് എവർ മെമ്മറബിൾ. അത് കാരണം അവിടെ കിട്ടിയ ഒരു റിസപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇന്നും ഒരു മധുരസ്മരണയായിട്ട് ഓർക്കാനായിട്ട് ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒയ്യോ, പിന്നെ അഗൈൻ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓരോ പേരുകൾ വളരെ ചുരുക്കം. എനിക്ക് അങ്ങനത്തെ മെമ്മറീസ് കുറവാണ്, പേരുകളുടെ മെമ്മറി എനിക്ക് കുറവാണ്. പക്ഷേ ആ പേരുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ടീച്ചേഴ്സിൻ്റെ ലൈക്ക് ഇപ്പോൾ നമ്മളൊരു പുതിയ ജോലിയിൽ, ഇപ്പോൾ നമ്മൾ ഒരു ജോലി കഴിഞ്ഞ് പുതിയൊരു ജോലിയിലേക്ക് പോകുമ്പോഴുള്ള നമുക്കൊരു എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഇപ്പോൾ പുതിയ സ്ഥലത്തേക്കാണ് പോണേ. അപ്പോൾ എഗെയിൻ നമ്മളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവങ്ങളെ പറ്റി നമ്മൾ നോക്കും. ഓക്കെ, ആരല്ല നമുക്ക് ഹെൽപ്പിന് ആരല്ല ഒക്കെ നമ്മളിങ്ങനെ പരതല്ലോ എന്ന് പറഞ്ഞതുപോലെ മൊത്തം പ്രൈമറിയിൽ നിന്ന് സെൻറ് തോമസ് കോളേജ് ഹൈസ്കൂളിലേക്കാണ് 5ാം ക്ലാസ് മുതൽ അവിടെ പഠിക്കുന്നത്. ആ സെയിം കോമ്പൗണ്ടിൽ തന്നെ കോളേജ് ഉണ്ട്. പകുതി കോളേജ് ഓഫീസിലെ സ്റ്റാഫായിരുന്നു. അതെ. അപ്പം ആ കോളേജ് ഒരു ബിൽഡിങ്ങിൻ്റെ പകുതി കോളേജ് പകുതി സ്കൂളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ? അപ്പോൾ അതിനൊക്കെ ഒരു വലിയ ആശങ്കയുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ 5ാം ക്ലാസ് ജോയ് മാസ്റ്ററാണ് ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ. അപ്പോൾ ഒന്ന് എല്ലാവരും പരിചയപ്പെട്ടു. ഫ്രാങ്കോ, മോനെ വായോ വന്നിട്ട് അപ്പോൾ തന്നെ എനിക്കൊരു വെറ്റിലെടുത്ത് തന്നു. ആദ്യം തന്നെ ഫസ്റ്റ് ഡേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോയ് മാസ്റ്ററുടെ വൈഫ് എൻ്റെ അമ്മ ഞാൻ പഠിച്ചിരുന്ന ആദ്യത്തെ പ്രൈമറി സ്കൂളിൽ ജോയ് മാസ്റ്ററുടെ വൈഫ് ഹൈസ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. 7th സ്റ്റാൻഡേർഡിൽ മറ്റുമാണ് UP ഇതിൽ എന്നാണ് എൻ്റെ ഓർമ്മ. എനിവേ സെയിം ഇതിലായിരുന്നു. അപ്പോൾ അവർക്ക് അറിയാം ആലീസ് ടീച്ചറുടെ മകൻ വരുന്നുണ്ടാവും, പാടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ അടുത്ത്. അപ്പോൾ ആ ഭർത്താവാണ് എൻ്റെ ടീച്ചറെന്ന്. ഞാൻ വന്നപ്പോൾ ആദ്യമായിട്ടാണ് അന്ന് മാഷെ പരിചയപ്പെടുന്നത്, ജോയ് മാസ്റ്ററെ. ജോയ് മാസ്റ്റർ അന്ന് വെറ്റില കൊണ്ടുവന്നിരിക്കുക, പറഞ്ഞിട്ട് അത് തൊണ്ടയ്ക്ക് നല്ലത്, നീ പാടില്ലേ, അന്നൊരു പാട്ട് പാടിയേ. അപ്പോൾ അത് ആ ഒരു മൊത്തത്തിലുള്ള ഒരു അൺകംഫർട്ട്നെസ് ഒക്കെ അവിടെ നമ്മൾ മെൽറ്റായി നമ്മൾ പെട്ടെന്ന് ചേർന്ന് ആ സ്ട്രീമിലേക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ചേട്ടാ, വേറൊരു കഥ കേട്ടേക്കുന്നത്, ഈ കുട്ടികൾ സംസാരിക്കുമ്പോൾ ലീഡർ പേര് എഴുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. ആ പേര് എഴുതി സംസാരിച്ച കുട്ടികൾക്ക് അടി കിട്ടാതിരിക്കാൻ ഫ്രാങ്കോയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്ന സമ്പ്രദായം. അയ്യോ, അന്ന് ജോസ് മാസ്റ്റർ നമ്മൾ PT സാർ എന്ന് പറയും, സ്പോർട്സിൻ്റെ ഇൻചാർജുള്ള സാറ്, ഡ്രിൽ മാഷ് എന്ന് വിളിക്കും ഞങ്ങൾ. അപ്പോൾ അത് ജോസ് മാസ്റ്ററാണ്. ജോസ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ചെന്നാൽ എക്സസൈസ് ചെയ്യണം ഒരു പീരീഡ്. ഫുട്ബോൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ സ്പേസാണ്, അതിൻ്റെ ഉള്ളിൽ ഉള്ള ആക്ടിവിറ്റീസ് വേണം നിർബന്ധമായിട്ടും എല്ലാവരും പങ്കെടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ അച്ചടക്കമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അച്ചടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് 20 മിനിറ്റ് മാഷ് അവിടുന്ന് മാറി നിൽക്കും. അപ്പം അന്ന് നമുക്ക് സ്കൂൾ ക്ലാസ് ലീഡറുണ്ട്. ക്ലാസ് ലീഡറുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് സംസാരിക്കുന്നത് അത് അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവനെന്താ വെച്ചാൽ അവനാകെ ഷൈൻ ചെയ്യാൻ കിട്ടാൻ അവനാകെയുള്ള ഡ്യൂട്ടികൾ അതൊക്കെയാണ്. അപ്പം ഇവൻ എഴുതി ഒരു 5 പേരുടെ പേര്, ഓക്കെ എല്ലാവരും വന്ന് നിൽക്ക്. നല്ല നീളം കൂടിയ നല്ല വണ്ണുള്ള ചൂരില്ല. ഇന്നത്തെ ആലോചിക്കാനേ പറ്റും. ഇന്നത്തെ ഒരു സിനാരിയോയിൽ നമുക്കത് ആലോചിക്കാനേ പറ്റും. ഇന്നത്തെ പിള്ളേർക്ക് അതുണ്ടോ? ഇല്ല, അടിച്ചു കഴിഞ്ഞാൽ കുറ്റമാണ്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ചൂരിൽ പ്രയോഗം അന്ന്
മാഷ് വന്നിട്ട് നോക്കണ ഫ്രാങ്കോ ഒരു പാട്ട് പാടുകയാണെങ്കിൽ നമുക്ക് ഈ ചടങ്ങ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അങ്ങനത്തെ സെഷൻസ് ഉണ്ട്. ഓർമ്മിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനത്തെ അത് ഞാൻ പറഞ്ഞു. ഓരോ ചെറിയ ചെറിയ പ്രായം മുതൽ ഒരു വ്യക്തി, ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ സമൂഹത്തിനും പ്രത്യേകിച്ച് കുടുംബത്തിനും ഉള്ള ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എത്രയാണെന്നുള്ളത് അത് ചില സമയത്ത് അത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും. അങ്ങനെ അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് സങ്കടം വരും. നമുക്ക് ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മൾ ഇത്തിരി എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സാധനം, ഒരു നല്ലൊരു സംഭവം കേൾക്കാൻ ചിലപ്പോൾ നമ്മളറിയുന്നില്ല അവരുടെ ആ സമയത്ത് മാനസികാവസ്ഥ. പക്ഷെ പലപ്പോഴും നമ്മൾ വിട്ടു പലതും ആരെങ്കിലും അങ്ങനെ വരുമ്പോൾ എന്താ എന്നെ പറ്റി അത് പ്രശ്നമായോ ചെയ്ത് ഇറ്റ്സ് ഓൾ നമ്മളെങ്ങനെ നമ്മളെത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഉള്ള ഇതും കൂടിയുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ നേരത്തെ പറയാൻ വന്നത്, എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഓവർ എക്സൈറ്റ്മെൻറ്റ് പാട്ട് അത് മാത്രമല്ല, ഞങ്ങളൊക്കെ അന്ന് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കറിയാം ഒത്തിരി അതികായകന്മാരായിട്ടുള്ള സിംഗേഴ്സ് ഉണ്ട്. നമുക്ക് ഇൻഡസ്ട്രിയിൽ നമ്മൾ അത്ഭുതത്തോടുകൂടി ഇപ്പോഴും എല്ലാവരും ആരാധനയോടുകൂടി ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടുകൂടി കാണുന്ന ദാസേട്ടൻ, ജയചന്ദ്രൻ സാറ്, അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് MG ശ്രീകുമാർ, വേണുഗോപാൽ, ഉണ്ണിമേനോൻ, അങ്ങനെ കുറച്ച് സിംഗേഴ്സാണ് അന്നുള്ളൂ. അന്നൊക്കെ ആ ഇൻഡസ്ട്രി അങ്ങനെ അത്രയും ഇതായി നിൽക്കുമ്പോൾ പാട്ടുകാർക്കൊന്നും അവിടെ സ്പേസ് ഇല്ല. കാരണം വെറുതെ ഗാനമേളയ്ക്ക് പോയി നമുക്ക് ജീവിക്കാം. അപ്പം എൻ്റെ ജീവിതമാർഗമായിട്ട് ഒരു പാട്ടുകാരൻ എന്നുള്ള ഒരു പ്രൊഫഷൻ, പാട്ടിനൊരു പ്രൊഫഷനായിട്ട് എടുക്കാനുള്ള ഇന്നത്തെ പോലെയുള്ള ഒരു സംവിധാനം അന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടോ സൗണ്ട് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അങ്കിളിൻ്റെ അവിടെ പോകുന്നു. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പോകണം. അങ്കിളിൻ്റെ അവിടെ അന്ന് വെക്കേഷൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എന്ന് വിടുന്നു. എൻ്റെ ഭാഗ്യത്തിന് അന്ന് ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയുടെ കമ്പോസിങ് സെഷനാണ് നടക്കുന്നത്. എനിക്ക് പാട്ട് മ്യൂസിക് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചെന്നിരിക്കുക. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ അങ്കിളിൻ്റെ അടുത്താണല്ലോ, ആ ഒരു ഫ്രീഡം ഭയങ്കര ഫ്രീഡമാണല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ ആൾ ഹാർമോണിയം വെച്ച് ഓരോ കോഡ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഈ ട്യൂൺ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് കൊള്ളാം, ഇത് പിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബേസിക് ടേസ്റ്റ് ആൾക്കും കംഫർട്ടാണ്. അത് ഇങ്ങനെ നന്നായിട്ടുണ്ട്, ഓക്കെ. അതിൻ്റെ ഉള്ളിൽ സജീവമായിട്ട് ആ കമ്പോസിങ് സെഷൻ എങ്ങനെയാണ് സിനിമയിലൊരു പാട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ബേസിക്. അതായത് ഡയറക്ടർ വരുന്നു, കഥ പറയുന്നു, സിറ്റുവേഷൻ പറയുന്നു, സ്ക്രിപ്റ്റിൻ്റെ ഒരു ഐഡിയ കൊടുക്കണു, ആക്ടേഴ്സിനെ പറ്റിയ ഐഡിയ കൊടുക്കണു, ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്നതായിരിക്കും വിഷ്വലിനെ പറ്റിയിട്ടുള്ളൊരു കൺസെപ്റ്റ് കൊടുക്കുന്നു. ഇതൊക്കെ കൊടുത്തിട്ടാണ് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അവിടെ നിന്ന് മുതലുള്ള കാര്യങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയം വന്നപ്പോൾ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നീ പാടി നോക്കിക്കോ, ട്രാക്ക് വെറുതെ പാടി നോക്ക്. ആദ്യമായിട്ട് മൈക്കിൻ്റെ മുമ്പിൽ ഹെഡ്ഫോണൊക്കെ വെച്ച് കോദണ്ഡപാണി സ്റ്റുഡിയോ, അഗെയിൻ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന പേരുകളിലൊന്നാണ് ചെന്നൈയിൽ കോദണ്ഡപാണി സ്റ്റുഡിയോയിൽ. അന്ന് SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ സ്വന്തം സ്റ്റുഡിയോ ആണ് ഇട്ടത്. ഭയങ്കര ഹൈ ക്ലാസ് സ്റ്റുഡിയോ ആണ് അന്നത്തെ നമ്പർ 1. അവിടെ ഹെഡ്ഫോണൊക്കെ വെച്ച് അന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് റീവർബും കാര്യങ്ങളും എഫക്റ്റും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ വോയിസ് തന്നെ തിരിച്ച് കേൾക്കുക. ആ സംഭവം റെക്കോർഡ് ചെയ്ത് എനിക്കറിയില്ല എത്ര അത്ഭുതത്തോടു കൂടിയിട്ട് കൗതുകത്തോടു കൂടിയിട്ട് ഞാനത് കേട്ടുന്നത്. അന്നും പാട്ടുകാരനാവണമെന്ന് അന്നും തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, തിരക്കായിട്ടുള്ള കാര്യം എന്നൊക്കെ തോന്നി. പക്ഷെ അവിടെ കഴിഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു സാധ്യതയില്ല, അങ്ങനെ ഒരു സ്പേസ് ഇല്ല. എനിവേ അങ്ങനെയാണ് എൻ്റെ അതിലേക്കുള്ള എൻട്രി. അതിനുശേഷം പിന്നീടുള്ള 13 വർഷം തുടർച്ചയായിട്ട് ഞാൻ അങ്കിളിൻ്റെ കൂടെ
ഒരു വലിയ ശതമാനം 80% എന്നെങ്കിലും കുറച്ച് പറയുക. പഠിപ്പും കൊണ്ട് നടക്കണമല്ലോ. വർക്ക് ഉണ്ടാകുമ്പോൾ വിളിക്കണ്ട, നമുക്ക് കമ്പോസിങ് ഉണ്ട്, ഇന്ന സ്ഥലത്താണ്, നീ അങ്ങോട്ട് പോയോ, ഞാൻ അവിടേക്ക് ചെല്ലുന്നു. ആൾ ചെന്നൈയിൽ നിന്ന് വരും. പലപ്പോഴും ആലപ്പുഴയിലായിരിക്കും. ഇപ്പോൾ ഫാസിൽ സാറിൻ്റെ മൂവികളാണെങ്കിൽ അദ്ദേഹത്തിന് കംഫർട്ടായിട്ടുള്ളത് ആലപ്പുഴയാണ്. അപ്പോൾ അവിടെ ആയിരിക്കും ഈ കമ്പോസിങ് സെഷനുകൾ. കമ്പോസിങ്ങിന് പോകുമ്പോൾ പാട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു ഇതൊക്കെ തുടങ്ങി ഒരു 1-2 ദിവസം കഴിയുമ്പോൾ ലിറിക്സ് എഴുതാനുള്ള ആൾ വരും. അവർ രണ്ടുപേരിരുന്ന് വീണ്ടും ഈ ട്യൂണിനനുസരിച്ച് അവരെഴുതും. എൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ട്യൂണിനനുസരിച്ച് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ താല്പര്യം ഇല്ലാതെ പോയെങ്കിലും എവിടെയോ ഒരു ടച്ച് കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. പല പാട്ടുകളും ട്രാക്ക് പാടും. ഇപ്പം ആദ്യം ഞങ്ങളൊക്കെ ട്രാക്ക് പാടാനായിട്ട് കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ട്രാക്ക് പാടുന്നവർ. ട്രാക്ക് പാടി അതിൻ്റെ കൂടെ തന്നെ ഞാൻ അന്ന് പല ഭാഷകളിലേക്ക് വേണ്ടി തമിഴ്, അന്ന് മദ്രാസാണ് അതിൻ്റെ ഹബ്ബ് റെക്കോർഡിങ്ങിൻ്റെ. അപ്പോൾ ഞാൻ മദ്രാസിൽ ഉണ്ടായിരുന്ന സമയത്ത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, സൗത്തിലുള്ള ഏത് ഭാഷയിലുള്ള മൂവികളുടെ റെക്കോർഡിങ് വരെയാണെങ്കിലും ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് ഉണ്ട് കോറസ് പാടാനുള്ളത്. അപ്പോൾ അങ്ങനെ കോറസ് പാടാനുള്ള ആ ഒരു ഗ്രൂപ്പിലെ ആൻഡോ ചേട്ടനെ ഓർമ്മയുണ്ട്? പാപ്പി, അദ്ദേഹമൊക്കെ അന്ന് ഞങ്ങളുടെ കോറസ് ഗ്രൂപ്പിലുള്ളതാണ്. പിന്നെ ഒരു റാഫി ചേട്ടൻ, ജിജോ ചേട്ടൻ, എന്നെക്കാളൊക്കെ സീനിയറാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ചെറുത്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ പല എന്താ പറയുക, കോറസും അത്യാവശ്യം നല്ല പൈസയും കിട്ടും. ചേട്ടാ, ഇനിയിപ്പം കംപ്ലീറ്റ്ലി നമ്മളിപ്പം എല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ബാൻഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുകയാണ്. ഫാമിലി, അത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് അത് വിട്ടിട്ടുള്ളൊരു കളി ഞങ്ങൾക്ക് പറ്റത്തില്ല, ചോദിക്കാതിരിക്കാനും പറ്റത്തില്ല. എനിക്ക് ചോദിക്കുക, സ്പെഷ്യൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ആയതുകൊണ്ട് ഒരു കാലത്ത് നമ്മളെ ട്രെൻഡുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇന്നിപ്പോൾ ഇത്ര റാപ്പുകാരൊക്കെ വന്നെങ്കിലും നിങ്ങളുടെ ബാൻഡ് വെച്ചിട്ട്, അതായത് ആ സമയത്തെ ശിവൻ ദേവസ ആയാലും റാങ്കോച്ചേട്ടനായാലും നിങ്ങൾ പാടുന്ന പാട്ടുകളുടെ വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ്സിങ് മുതൽ ഒരു വെറൈറ്റി നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ആ 90 കിഡ്സ് എന്നുള്ള നിലയിൽ ആ സമയത്ത് നമ്മൾ കാണുന്ന ഫ്രാങ്കോ ചേട്ടൻ്റെ ഓരോ കോസ്റ്റ്യൂമായാലും ഈവൻ തലിമുടി, ഡ്രസ്സിങ്, ജെല്ല്, കയ്യിലിരിക്ക് ഇടുന്ന മോതിരം, എനിക്ക് തോന്നുന്നു ഇന്ന് വന്നപ്പോഴേ ഞങ്ങൾ ആദ്യമേ നോക്കിയത് അത്രയും മോതിരം ഉണ്ടോ എന്നാ. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഒരു പറച്ചിലുണ്ട് കേട്ടോ, ഏറ്റവും കൂടുതൽ വാച്ചിന്റെയും മോതിരത്തിന്റെയും കളക്ഷൻ ഉള്ള പ്ലേ ബാക്ക് സിംഗർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം ഫ്രാങ്കോ സൈമൺ. സോ അതിന്റെ രഹസ്യം എന്താ കേട്ടോ? അതായത് ഞാൻ ഈ ത്രൂ ഔട്ട് നമ്മളുടെ ഈ പോഡ്കാസ്റ്റിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും എന്നെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു സിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽ എനിക്ക് എന്നോട് തോന്നാറില്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും നമ്മളെ ബോധ്യപ്പെടുത്തണം, നീ ഒരു പാട്ടുകാരനാണ്, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ പാട്ട് കേൾക്കാനോട് ആൾക്കാർ വന്നിട്ടുണ്ട്, നിനക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തണ്ടേ. അതിന് ഈ സംഭവങ്ങളൊക്കെ എൻ്റെ കൈമിലിട്ടാലേ എനിക്ക് തന്നെ ഒന്നൊരു വിശ്വാസമാവുള്ളൂ. അതർവൈസ് ഞാൻ കംഫർട്ടബിളായിട്ടുള്ള എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഓൾവേസ്, പ്രത്യേകിച്ച് തൃശ്ശൂരാണെങ്കിൽ ഒരു റബ്ബർ ചെരുപ്പും ഒരു മുണ്ടും ഒരു ഷർട്ടും വളച്ചു കുത്തി നമ്മളവിടേക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്ന് അർത്ഥം. നമ്മളുടെ നാട്ടിൽ ആൾക്കാർക്കും എന്നെ അങ്ങനെ കാണാനാണ് ഇഷ്ടം. ആൾക്കാർക്കും ഒരു സെലിബ്രിറ്റി ഫ്രാങ്കോനെ കാണാനായിട്ട് അവർക്ക് ആർക്കും താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ആവാനോട്ട് ഇഷ്ടമില്ല. ഞാനും കംഫർട്ടല്ല അതിൽ. ഭയങ്കര നല്ല ഗ്രേറ്റ് മെമ്മറീസ്. ഓരോ മോതിരം ഓരോ മെമ്മറീസ് ആണ് കേട്ടോ. ഓരോ മോതിരങ്ങൾക്കും കഥയുണ്ട്. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഇപ്പം ഈ മോതിരം എന്ന് പറയുന്നത് കൽക്കട്ടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഏത് സ്റ്റേറ്റും സ്ഥലമൊന്നും എനിക്ക് ഓർമ്മയില്ല, വളരെ റെയറാണ്. ഇത് പിരമിഡ്, ഇത് പല പ്രാവശ്യം നഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളതാണ്. ഇതെങ്ങനെ പോയാലും തിരിച്ചു. ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ പോവാതിരിക്കാൻ ടൈറ്റ് എന്തൊക്കെയാണ് ചുറ്റി വെച്ചിരിക്കുക. ഇപ്പോൾ ഈ ഓർണമെൻറ്റ്സ് പണ്ട് തൊട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, നമുക്ക് എപ്പോഴെങ്കിലും റിസ്ട്രിക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ അതിനോടൊരു ഭയങ്കര ഒരു കമ്പം വരും. ഇപ്പം എൻ്റെ വീട്ടിൽ ഫാദറൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. ഇപ്പോൾ എനിക്കൊക്കെ ഒന്ന് വെറുതെ കൈമൊരു ചരട് കെട്ടണമെന്നോ അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ തലമുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ഒരു സമയത്ത് നല്ല ഭയങ്കര അലമ്പാ. ഇത് കഴിഞ്ഞ് നമുക്ക്
ഒരു ഫ്രീഡം. ഓക്കെ, ഇനി ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇനി തല്ല് കിട്ടില്ല എന്ന് ഒരു ഉറപ്പ് വന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പതുക്കെ ഓർക്കുന്നുണ്ട് 10-12 വർഷം മുമ്പ് JB ജംഗ്ഷനിലെ ജോൺ ടാസിന്റെ ഷോയിലൊക്കെ വരുമ്പോൾ മറിച്ച് നല്ല മുടിയൊക്കെ കെട്ടിയിട്ട് ഒരു ഫ്രീക്കൻ സ്റ്റൈൽ. അന്നും ഫ്രീക്കൻ തന്നെ, ഇന്നും ഫ്രീക്കൻ തന്നെ. അല്ല, അന്ന് എന്താണെന്നറിയോ, മുടി കണ്ടമാനം ഈ ഒത്തിരി കണ്ടമാനം മുടി, അത് ടേക്ക് കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഒത്തിരി സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചേഞ്ച്. ഇനി മുടി വരുമോയെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഈ ഫാഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും അങ്ങനെ കണ്ടെത്താനും തപ്പിപ്പിടിക്കാനും സമയം കിട്ടില്ല. എന്നാലും ഇടയ്ക്ക് കാണുമ്പോൾ പുതുക്കിയൊക്കെ ഓരോന്നൊക്കെ വാങ്ങിയിടും. പക്ഷെ മോതിരങ്ങളിൽ എൻ്റെ കയ്യിൽ നല്ല റെയർ കളക്ഷൻസ് ഉണ്ട്. റെയർ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹെവി കളക്ഷൻ ഉണ്ട്. ചേട്ടാ, അപ്പം നമ്മൾ ഈ ഫാഷൻ്റെയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ രീതിയിൽ ഭയങ്കര ഫെയിം ഒക്കെ ആയിട്ട് ഇരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത്, പ്രത്യേകിച്ച് ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ, എന്തായിരുന്നു ലേഡീസിന്റെ ഒരു അപ്രോച്ച് നിങ്ങളോട്? ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടായിരിക്കുമല്ലോ, ലുക്ക് വൈസ്, പാർട്ട് വൈസ്, എല്ലാം കൊണ്ടും. പിന്നെ എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഓരോ റോൾ മോഡൽസ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു റോൾ മോഡൽ വാലന്റൈൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ അപ്പനാന്ന് പറയും. എന്താ സംഭവം എന്ന് വെച്ചാൽ, സാധാരണ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് സൈക്കിളും ചവിട്ടി കോളേജിൽ ജോലിക്ക് പോകുന്ന സൈമൻ ചേട്ടൻ, പ്രൈമറി സ്കൂളിലെ ടീച്ചറായിട്ടുള്ള, നടന്ന് സ്കൂളിലേക്ക് പോകുന്ന, അതാണ് നമ്മളുടെ റേഞ്ച്. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പോലും പരസ്പരം അവർ അന്ധകാലത്തിട്ട്, ഇത് ഞാൻ പറയുന്നത് ഈ കാലഘട്ടമല്ല, അന്ധകാലത്ത് അവർ പരസ്പരം അവർക്ക് ഹഗ് ചെയ്യാനും ഒരു കിസ്സൊക്കെ കൊടുക്കാനും പരസ്പരം സ്നേഹിക്കാനും ഒക്കെ ഉള്ള ആ ഒരു ഇത് ഭയങ്കര. അപ്പോൾ ഐ വാസ് ഇൻ ടു ഇറ്റ് യുനോ. അപ്പോൾ ചെറിയ പ്രായം തൊട്ട് തന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തിരുന്നു. എനിക്ക് അറിയുന്ന ഒരാൾ ഞാൻ കെട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത ആളാണ് ഇന്ന് എൻ്റെ ജീവിത പങ്കാളിയായിട്ടുള്ളത്. അന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിനു വേണ്ടി കരുക്കൾ നീക്കി. അല്ലല്ല, എൻ്റെ ലവ് മാരേജാണ്. ലൈക്ക് എന്താ പറയുക, ഞാൻ അതിനു വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രേമിച്ചിട്ടുള്ളതാണ്, അല്ലാതെ പള്ളിയിൽ തുടങ്ങിയ പ്രേമമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കെപ്പോഴും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. എനിക്കിത്രയേ ഉള്ളൂ, എൻ്റെ കൂടെയുള്ളതിൽ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരാളായിരിക്കണം, എൻ്റെ കൂടെയുള്ളതിൽ സന്തോഷമുള്ള ഒരാളായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയ, അത് ഇപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കണമെന്നില്ല, പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ കൂടെയുള്ളതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷമുള്ള ഒരാളെ എങ്ങനെയാ തമ്പുരാൻ കൊണ്ടു തന്നു. ആദ്യം പോയിട്ട് പ്രപ്പോസ് ചെയ്യുന്നു, എങ്ങനെയായിരുന്നു ആ കാലഘട്ടം? അന്ന് എന്താ പറയുക, അന്നൊക്കെ ശരിക്കും നമുക്ക് ഫ്രീഡം ഇല്ലല്ലോ കണ്ണ. നമ്മൾ കാണുന്നു, നമുക്ക് നമ്മുടെ മുഖത്ത്, മനുഷ്യനല്ലേ, നമ്മുടെ മുഖത്ത് വരുന്ന ഇഷ്ടങ്ങളൊക്കെ നമ്മൾ കണ്ണിലൂടെയും നോട്ടങ്ങളിലൂടെയും അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് കുറേ കൂടെയൊക്കെ കഴിഞ്ഞപ്പോഴാണ്, ഇപ്പോഴത്തെ പിള്ളേരാണ് നേരിട്ട് കാര്യം പോയി പറയാൻ. അന്നൊക്കെ നമ്മളിങ്ങനെ അറച്ച് നിൽക്കും പറയാനായിട്ട്. നമുക്ക് ചിലപ്പോൾ വാച്ച് കെട്ടി നമ്മൾ മറന്ന ദിവസം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ സമയം പോലും നമ്മൾ ചിലപ്പോൾ ചോദിക്കില്ല. ശരിയല്ലേ, നമുക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ എനിവേ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത കുട്ടി എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ സിസ്റ്ററായിരുന്നു. അപ്പം അത് ആദ്യം അവനോട് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാ കാര്യവും എൻ്റെ അനുജനോട് പറയും. ഞാൻ വളരെ എന്താ പറയുക, വളരെ ചെറിയ പ്രായത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത അവളെ. അങ്ങനെ അനുജനോട് പറഞ്ഞു. അങ്ങനെ അനുജൻ ഒരു ദിവസം നാട്ടിലേക്ക് അവൻ ആദ്യമായിട്ട് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എന്തായി നമ്മുടെ പണ്ടത്തെ ആൾ തന്നെയാണ് ഇപ്പോഴും. അത് മദ്രാസിലേക്കാണ് അവൻ വന്നത്. മദ്രാസിൽ നിന്ന് ആയിരുന്നു ഫ്ലൈറ്റ്, USA നിന്ന്. അങ്ങനെ ഞങ്ങൾ ടെറസിൻ്റെ മേലെ ഇരുന്ന് സത്യം പറഞ്ഞാൽ ഓരോ ഗ്ലാസ് ബീറും കഴിച്ചിരിക്കുക. അപ്പോഴാണ് അവൻ ചോദിക്കണേ ഈ ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആളൊക്കെ തന്നെയാണ്, പക്ഷേ ഇത്
ചേട്ടാ വേഗം കാര്യങ്ങൾ വരിയിലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് തൃശ്ശൂർ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൃശ്ശൂർ എത്തി. അങ്ങനെ പറഞ്ഞു ചേട്ടാ നമുക്കൊന്ന് ചേച്ചീനെ കാണാൻ പോകണ്ടേ പറഞ്ഞു. ആ പോവാം. അങ്ങനെ ഈവനിങ് ഞങ്ങൾ ഒരു ഈവനിങ് ടൈമിൽ വീട്ടിലേക്ക് പോണേ. അതിനു മുമ്പ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളറിയാം, അവളുടെ ആങ്ങളേക്ക് അറിയാം. പക്ഷെ ഇതിനൊരു ഒഫീഷ്യൽ സ്വഭാവം വന്നിട്ടില്ല. ഒന്നും പറയാൻ. എൻ്റെ അനുജനാണ് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോയി. അപ്പോൾ അവളുടെ അമ്മയുണ്ട്. അപ്പോൾ ആരുമില്ല അന്ന്, ഒറ്റയ്ക്കുള്ളപ്പോൾ. അപ്പോൾ ചോദിച്ചു, അപ്പോൾ എല്ലാവരും അവരൊക്കെ അപ്പൻ ഇന്ന സ്ഥലത്തുണ്ട്, ആങ്ങള ഇന്ന സ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു അപ്പോൾ ചേച്ചിയോ? അപ്പോൾ ചേച്ചിക്ക് നാളെ പരീക്ഷയാണ്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയ്യോ ചേച്ചീനെ വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ റോൺസി എന്ന് പറഞ്ഞ് വിളിച്ചു. റോൺസി വരുന്നു. അപ്പോൾ അവൻ ചേച്ചി ഞങ്ങൾക്ക് ചായ എടുക്കണില്ലേ എന്നൊക്കെ. ഞാനാണെങ്കിൽ കിടന്ന് എനിക്കാകെ ടെൻഷനായി തുടങ്ങി. ഇവൻ ഭയങ്കരമായിട്ട് ഓവറാക്കി തുടങ്ങി. ഞാനിങ്ങനെ ഇരിക്കുക, എനിക്ക് വേണ്ട ഇതെന്താ ഇങ്ങനെ. അങ്ങനെ ചായയൊക്കെ എടുത്ത് വന്ന ആൾ അത് കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ പഠിക്കാൻ പോയി. പരീക്ഷ ഞാൻ പോവാണ്, ഇപ്പോൾ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ പോയി. അപ്പോൾ പറഞ്ഞു ആൻറ്റി ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? ഒന്നുമില്ല, എൻ്റെ ചേട്ടനെ ചേച്ചീനെ ഭയങ്കര ഇഷ്ടം, കല്യാണം കഴിക്കണം പറഞ്ഞ്. അങ്ങനെ ആ പരിപാടി ഞാനിങ്ങനെ അറച്ചു നിൽക്കണ്ടായിരുന്നു. വേഗം പറഞ്ഞ പരിപാടി. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, നല്ലോണം 2 വർഷം 3 വർഷം ഒഫീഷ്യലി വിത്ത് ലൈസൻസ് പ്രണയിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, അതുവരെ നമ്മൾ ഒളിച്ചും പാത്തും എന്താ പറയുക ഈനോ സൂത്രത്തിൽ കൂടെ ഫോൺ ചെയ്തും ഇവളുടെ ആംഗ്ലേനെ വിളിക്കാൻ വാട്സപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് ഓൾ ഗുഡ് നോ. ഒരു വെഡിങ് ഗിഫ്റ്റ് കിട്ടിയെന്നെങ്കിൽ പറയാം, ഓർത്തെടുക്കുവാണ്. ഒരു വെഡിങ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെഡിങ് അത് ഭയങ്കര നല്ല. അതിനെ പറ്റി പറയാനുണ്ട്. ലൈഫിൽ കുറേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ അപ്പം അന്ന് ഫാദറൊക്കെ യു എസിൽ വന്നു. നമുക്ക് എന്താ പറയുക, അത്യാവശ്യം തിരക്കേട്ടില്ലാത്തൊരു സമ്മാനം തരാനുള്ള സെറ്റപ്പ് അതിൻ്റെ ആൾക്ക്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരുടെയും സംഭവങ്ങൾ. അപ്പം ഞാനും ബ്രോൺസിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാങ്കോ 2 കൂടി വായോ, നിങ്ങൾക്ക് സമ്മാനം തന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും അപ്പം ഞാനിങ്ങനെ വലിയ പ്രതീക്ഷയിൽ. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ, ഇതെൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ആമോസച്ചൻ ഒരു പ്രീസ്റ്റാണ് അമ്മ വീട്ടിലെ, ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്ന ഒരു സംഭവമാണ്. അതാണ് നിനക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ പോണേ. ഓക്കെ, നിങ്ങൾ 2 പേരും ആളുടെ കയ്യിൽ കൈവയ്ക്കാൻ പറഞ്ഞു. നമ്മളൊരു പ്രതിജ്ഞ എടുക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ എന്ത് ഗിഫ്റ്റ് ചങ്ങാതി ആൾക്കാരെ പറ്റി പറഞ്ഞു. നിങ്ങൾ 2 പേരും വീട്ടിലുള്ള ദിവസം നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലണം. അപ്പോൾ നമ്മളുടെ അവർ ഫാദറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ നമ്മളുടെ സ്വർഗസ്ഥനായ അന്നന്ന് വേണ്ട കാര്യം നന്മ നിറഞ്ഞ പറയുമോ പരിശു പറയുമേ. അപ്പോൾ ഒരാൾ തുടങ്ങുക, മറ്റാൾ എൻ്റെ മറുപടി പറയുക. അടുത്ത പ്രാർത്ഥന അടുത്ത ആൾ അതിൻ്റെ മറുപടി ഇത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നതിന് മുന്നേ പരസ്പരം ചുംബിച്ചിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ, പരസ്പരം ഉമ്മ കൊടുത്തേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അന്നൊരു നമുക്ക് എന്ത് സമ്മാന ചങ്ങാതി സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് വരെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സമ്മാനത്തിനുള്ള പ്രസക്തി ഭയങ്കരമാണ്. കാരണം മനുഷ്യനാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വഴക്കൊക്കെ കൂടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം ഉള്ളത് ഇല്ലാത്തതൊക്കെ പറയും, ചെറിയ പല കാരണങ്ങളുണ്ടാവാം. വാട്ടെവർ, ഉറങ്ങുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നർത്ഥം. ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് മറ്റേ പ്രതി തിരിഞ്ഞിട്ടൊക്കെ പറയും. പക്ഷെ അവസാനം ഈ ഒരൊറ്റ കിസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കിസ് കൊടുത്തു, ദാറ്റ്സ് ഇറ്റ്.
ഓവർ. ഒരു വാലന്റൈൻസ് ഡേക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ഇപ്പം സ്വീറ്റ് എൻ്റെ സുഹൃത്തുക്കൾക്ക് തരുന്ന വാലന്റൈൻസ് ഗിഫ്റ്റായിട്ട് എടുത്തോ. എനിക്ക് അത് കാരണം ശരി, വലിയൊരു മെസ്സേജ്. ടീനേജ് 2 പേരുണ്ട് അവിടെ കോളേജിൽ പഠിക്കുന്നത്, മൂത്ത 2 പേരും കോളേജിൽ പഠിക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ അഫയേഴ്സും എല്ലാം കാണുന്നതാണ്. പറയാമോ ഇത് എത്രത്തോളം എല്ലാവർക്കും അതായത് എനിക്ക് അതൊരു നല്ല ചോദ്യമാണ്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രണയം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എടുത്തു ചാടി എക്സൈറ്റഡ് ആയിട്ട് പോയി ഓരോന്നിൽ ചെന്ന് മാട്ടാതെ ഒന്ന് എന്ത് വന്നാലും നമ്മളൊന്ന് ഓക്കെ സ്റ്റോപ്പ്, ഒന്ന് കണ്ടു പഠിച്ചു എടുത്ത് ചാടി ഡിസിഷൻസ് എടുക്കരുതെന്നർത്ഥം. ഒരു പക്ഷേ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അത്. ചിലപ്പോൾ എൻ്റെ ഞാൻ ശരിയായിരിക്കാം, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അത് ശരിയാവണമെന്ന് ഐ ഡോണ്ട് തിങ്ക്. ആവാതിരിക്കാം. പക്ഷേ അത് കുറേ കൂടിയും അവരുടെ ലൈഫിൽ അവർക്ക് തന്നെ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് കിട്ടും. നമുക്ക് നമ്മളോട് തന്നെ ഒരു സന്തോഷം തോന്നാനും പിന്നീട് വരുന്ന തലമുറകളോട് നമുക്ക് ഒന്നും ഇതില്ലാതെ നമുക്ക് സന്തോഷമായിട്ട് പങ്കുവെക്കാനും പറ്റുന്ന കാര്യങ്ങളായിരിക്കണം എന്ന് തോന്നുന്നു എനിക്ക്. സോ ഓഫ് കോഴ്സ് നമ്മളിത് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയത് എൻ്റെ കൂടെയുള്ളതിൽ സന്തോഷമുള്ള എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു പാർട്ട്ണർ വേണമെന്നുള്ളതാണ്. വലിയ പൈസയും എന്താ പറയുക, അവർ പട്ടിണി എടുക്കുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ പൈസയോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും നോക്കിയിട്ടല്ല. എനിക്കന്ന് കണ്ടപ്പോൾ ഓക്കെ ഇവളെൻ്റെ കൂടെ സന്തോഷമായിരിക്കും, ഇവളെ സന്തോഷിപ്പിക്കാനുള്ള വകുപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ചേച്ചി എന്താ ഇപ്പോഴും നല്ല സപ്പോർട്ടാ ഈ പിന്നെ അയ്യോ അവളുടെ ലൈഫ് ഈ പറഞ്ഞ പോലെ ഒത്തിരി ചെറിയ ഇതാണ്, ഭയങ്കര എന്താ പറയുക, അവൾക്ക് ഫാമിലി അങ്ങനെയാണ്, കുറേ സൗഹൃദങ്ങളും അങ്ങനെ കാര്യങ്ങളിൽ കംഫർട്ടില്ലാത്തൊരാളാണ്. അപ്പോൾ ഞാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ലോകം മുഴുവൻ പരിചയങ്ങളും 3 പേര് 3 കുട്ടികൾ, 2 ആണും 1 പെണ്ണും. ഈ 3 പേരെയും വളർത്താനും കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പം ബാക്ക് ടു ബാക്ക് ട്രാവൽസ്, ബാക്ക് ടു ബാക്ക് പ്രോഗ്രാംസ്, ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് നിന്നിട്ട് അവരെ വളർത്തുന്നതിനുള്ള ഒരു സിഗ്നിഫിക്കൻസ് ആരും ഒരു റോള് ഒന്നും പറയാൻ പറ്റില്ല, നമുക്കൊന്നും പറയാനില്ല. അവളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സപ്പോർട്ട് അത് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ഒരു ഭയങ്കര എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു വലിയ ഒരു ബ്ലെസ്സിങ് ആണ് അവള്. എന്തായാലും മക്കളെ കാണുന്നു, ഇപ്പോൾ ഇത്രയും ഫാൻസ് ഒക്കെ കണ്ടു. ഞങ്ങളെ ഒരുപാട് ഒരു കാലത്തെ 90 കിഡ്സിനെ പ്രണയിക്കാൻ പഠിപ്പിച്ച ഒരാളെന്ന നിലയിൽ അത് പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത് നേരിൽ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ ആ സമയമാണ് ഞങ്ങൾക്കിപ്പം. ഞങ്ങളെ സംബന്ധിച്ചു ലാസ്റ്റ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ ഇത്രയും പ്രണയിക്കാനും നമ്മളെ ഒരുപാട് മോഹങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോയ ഫ്രാങ്കോ ചേട്ടനെ ഈ വാലന്റൈൻസ് ഡേയിൽ പ്രണയത്തെക്കുറിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല മെസ്സേജ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഗംഭീരമായിട്ട് പ്രണയിക്കണം. നിങ്ങളുടെ പാർട്ട്ണറെ, എനിക്കറിയില്ല നിങ്ങളുടെ അപ്പനും അമ്മയും എന്നെ വന്ന് തല്ലുമെന്ന്, എന്നാലും നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അവരുടെ കുറവുകൾ എന്താണ്, അവരുടെ പ്ലസ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞ് അതൊക്കെ ഉൾക്കൊള്ളാൻ ഒരുങ്ങി തയ്യാറെടുത്ത് ഒരു പ്രാവശ്യം തീരുമാനമെടുത്ത് പിന്നെ മാറരുത്. പിന്നെ നിങ്ങളുടേതാണ്, പിന്നെ അത് ലൈഫ് ടൈം കൊണ്ട് നടക്കാനുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് നടക്കുക ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കൂടെ തമ്പുരാനും കൂടി ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും നല്ല പ്രണയാർദ്രമായ നല്ലൊരു പ്രണയദിനം ആശംസിക്കുന്നു. I'm really thankful to Nitin and Gigi for inviting me to this beautiful podcast. ഞാൻ ആദ്യമായിട്ടാണ് പോഡ്കാസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു നമുക്ക് കലാകാരന്മാരായാലും അല്ലെങ്കിൽ പല തുറകളിലുള്ളവർ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഓർ സാധാരണ ഒരു മനുഷ്യൻ, അവൻ്റെ പറയാനുള്ള കാര്യങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറേ നല്ല വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു ഇടമായി നമ്മുടെ മൈക്ക് മേറ്റ്സ് സ്റ്റുഡിയോ മാറട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ സെക്കൻഡ് ഹോമാണ് ഡാലസ്. അപ്പോൾ അതുകൊണ്ട്
ഇവിടേക്ക് ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ വരാൻ പറ്റുന്ന സമയം ഞാൻ മിസ്സാക്കില്ല, ഞാൻ ചാടി പുറപ്പെടും. ഇതിൽ ഖുഷ് മനസ്സിൽ സന്തോഷവും മധുരവും നിറയ്ക്കുന്ന ഒരുപാട് നല്ല വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരിടമായി മാറട്ടെ എന്ന് അറിയണു. താങ്ക് യു സോ മച്ച് ബിജോയ് ഫോർ യുവർ പ്രസൻസ്, ഫോർ ഓൾ യുവർ ഫോർ എവറിത്തിങ്. ഓക്കെ ഫ്രാങ്കോ ചേട്ടാ, ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരാനും ഇത്രയും ചുമ്മാ അടുത്തുനിന്നല്ല ഇവിടെ വന്നിരിക്കുന്നത്, അടുത്തുനിന്നല്ല വന്നിരിക്കുന്നത്, ഫ്ലൈറ്റ് എടുത്ത് ഒരുപാട് മണിക്കൂർ കളഞ്ഞാണ് നമ്മുടെ ഇവിടെ വന്ന് എത്തിച്ചേർന്നത്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. പിന്നെ ഞങ്ങളുടെ ടീം, അതായത് ഞാനും നിതിനും, ഇന്നിവിടെ ടിജോയുണ്ട്, അതുപോലെ തന്നെ ബിജോയി ഉൾപ്പെടെ റോണിയുണ്ട്, ലിജോയുണ്ട്, ദീപക് ഉണ്ട്, റിനിലുണ്ട്, ഷാലുച്ചാനുണ്ട്, അതുപോലെ ഷിജുച്ചാനുണ്ട്. അപ്പം എല്ലാവരും വന്ന് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഒരു ടീമാണ് ഇവർ. അപ്പം ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷങ്ങൾ, ഇത് പറയുന്ന പോലെ ദിൽ ഖുഷ്, മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഇവരെല്ലാം ഒരുമിച്ചിരിക്കുമ്പോഴാണ്. അപ്പം ഞങ്ങളുടെ എല്ലാം ഒരു ഭാഗമായിട്ട് ഫസ്റ്റ് എപ്പിസോഡ് ഫ്രാങ്കോ ചേട്ടൻ ഇവിടെ വന്നു, ഞങ്ങളോട് സഹകരിച്ചു. ഇന്ന് ഈ വാലന്റൈൻസ് ഡേയിൽ ഫ്രാങ്കോ ചേട്ടന് വേണ്ടി ഞങ്ങളിത് പ്രത്യേകമായിട്ട് മേക്ക് ചെയ്തതാണ്. അതൊരു സ്പെഷ്യൽ ഇതാണ്. കൂട്ടി പിടിച്ചു. ഇത് മാഗ്നറ്റ് ആണ് ഇത്.